വർഷങ്ങൾ പഴക്കമുള്ള മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. 2 വർഷം മുൻപ് അൺഫിറ്റ് ആയതിനാൽ കടകളുടെ വാടക വാങ്ങാൻ നഗരസഭയ്ക്ക് കഴിയുന്നുമില്ല. വൈകാതെ കെട്ടിടം പൊളിച്ചു പണിയുമെന്ന് അധികൃതർ അറിയിച്ചു. മാനന്തവാടിക്കാർ ദൈനംദിന ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നൊരിടം, നിരവധി വ്യാപാരികൾ അവരുടെ അന്നം ഉറപ്പാക്കുന്നൊരിടം, മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം. കെട്ടിടത്തിൻ്റെ പ്രായം അർദ്ധശതകത്തിലേക്ക് അടുക്കുന്നു. ബലമോ ക്ഷയിച്ചിരിക്കുന്നു. വിച്ച് മീൻസ് ടോട്ടലി അൺഫിറ്റ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്. 1978 നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ധനസഹായത്തോടെയായിരുന്നു നിർമ്മാണം. അന്ന് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു മാനന്തവാടി ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണവും പിന്നീടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം. 2 വർഷം മുമ്പാണ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായി പഴയ കെട്ടിടം പൊളിക്കാനും ഭരണസമിതി തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീടുള്ള നടപടികളെല്ലാം മന്ദഗതിയിലായി. പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ കെട്ടിടം പൊളിച്ചു പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുനിസിപ്പാലിറ്റിയും അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ നടന്നത് അതിദാരുണം തന്നെയാണ്. എന്നാൽ ആ പട്ടികയിലേക്ക് വയനാട്ടിൽ നിന്ന് ഒരു മാനന്തവാടി കൂടി വരേണ്ട എന്നുണ്ടെങ്കിൽ നടപടികൾ സുതാര്യമായിരിക്കണം, പ്രവർത്തനങ്ങൾ അതിവേഗമായിരിക്കണം. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.